ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു നെയ്ച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. പിന്നെ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുന്തിരിക്കൊന്ന് വീർത്ത് വന്നിട്ട് അപ്പോൾ അത് കോരി മാറ്റുകയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി അതൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. 3 ഗ്ലാസ് അരിക്ക് ഞാൻ 5.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി അതിലേക്ക് പട്ടയും ഏലക്കായും കറാമ്പും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. 2 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയായിരുന്നു. അപ്പോൾ വലുതാണെങ്കിൽ 1 മതി. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഊറ്റി വെള്ളം നല്ലോണം പോവണം. അപ്പോൾ അത് അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുക്കുക. ഒരു 3-4 മിനിറ്റ് വറുക്കുക. അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം വറ്റി പോവരുത്. അളന്ന് വെച്ച വെള്ളമാണ്. 3 ഗ്ലാസ്സിന് ഞാൻ 5.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് ഒരു കപ്പിന് ഒരു 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 2 നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിരുന്നു, അതുകൊണ്ട് 2 നാരങ്ങ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇപ്പോൾ അതാ വെള്ളമൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുകയാണ്. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കട്ട കുത്തി പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ലോണം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്.